ഇതൊക്കെയാണ് പാളത്ത് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചി ഇതാ സ്കൂളിലേക്ക് പോകുന്നത്. ഇന്ന് രാമർ പണ്ടയ്ക്ക് പോയതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. പാലക്കാട് മീനാക്ഷിപുരത്തിലാണ് ഈ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ രാമർപണ്ട എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ വിളിക്കുന്നത്. കന്നിമാസത്തിൽ മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമാണിത്. കന്നിമാസത്തിലെ എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഇവിടെ പൂജ നടക്കാറ്. അതായത് വർഷത്തിൽ 4 പ്രാവശ്യം മാത്രമാണ് അമ്പലം തുറക്കുന്നത്. പോകുന്ന വഴി നിറച്ചും തെങ്ങുംതോപ്പുകളാണ്. ഇതിനടുത്ത് തന്നെയാണ് മൂലത്തറ ഡാമും സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ തെങ്ങിൻതോപ്പിനകത്ത് തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലം എന്ന് പറയുമ്പോൾ വേറെ വിഗ്രഹങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഞങ്ങൾ അതിനകത്തേക്ക് ചെല്ലുന്തോറും ഒത്തിരി നല്ല തിരക്കുകളും നിറച്ച് കടകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം ക്യൂ നിന്നാണ് ദർശനം ലഭിച്ചത്. പച്ച ഓല കൊണ്ട് മെടഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ അമ്പലം. അതിനകത്താണ് രാമൻ ഇരിക്കുന്നത്. അതിനുശേഷം ദർശനം ലഭിച്ചതിന് ശേഷം ഞങ്ങൾ അന്നദാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നദാനത്തിനും അവിടെ ക്യൂ നിന്നു. അന്നദാനം എന്ന് പറയുമ്പോൾ സദ്യ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പുളിച്ചോറും ശർക്കര പൊങ്കലും ഒക്കെയായിരുന്നു അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഗെയിംസുകളും മറ്റേ ജെയിൻറ്റ് വീൽ പോലെയുള്ള സംഭവങ്ങളും ഒക്കെ അവിടെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നിറച്ച് കടകളും ഉണ്ടായിരുന്നു. പിന്നെ ഇതുവരെ കാണാനാവാത്ത മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പടവലങ്ങ ബജിയാണ് അവിടെ ആദ്യമായിട്ട് കണ്ടത്. ഇതിനു മുമ്പ് ഞങ്ങൾ പടവലങ്ങ ബജി കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് ഏറ്റവും സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 80s-കളിലെയും 90s-കളിലെയും താരമായിട്ടുള്ള നിരവധി മിഠായികളും അവിടെ ഉണ്ടായിരുന്നു. ഈ മിഠായികളൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അപ്പോൾ അതായത് നമ്മുടെ ഉള്ളിലുള്ള കുട്ടി പുറത്തേക്ക് വന്നു എന്ന് പറയുന്ന പോലെ എനിക്കതെല്ലാം മേടിച്ച് കഴിക്കാൻ തോന്നി. ഞാനപ്പോൾ ഓരോന്നോരോന്നായി തക്കുവിനെ കൊണ്ട് ഇടിപ്പിച്ചു. ഇതെല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഇടിപ്പിച്ചു. ഉപ്പുമുളകൊക്കെ തിരുമ്പി വെച്ചിരിക്കുന്ന നെല്ലിക്ക പോലത്തെ നെല്ലിക്ക കണ്ടപ്പോൾ വളരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നുകൊണ്ട് തന്നെ വായിലൂടെ നിറച്ച് വെള്ളം വന്നപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. പക്ഷെ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് മുഴുവനും കളറായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ അവിടെ കുറേ പാവകൾ പോലെയുള്ള രൂപങ്ങളൊക്കെ കണ്ടിരുന്നു. നേർച്ചയ്ക്കായിട്ടുള്ള രൂപങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതായത് വീടിൻ്റെയും കാറിൻ്റെയൊക്കെ രൂപങ്ങളെ പോലെ രൂപങ്ങളായിരുന്നു അവ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. ഞാൻ വാങ്ങിച്ച സിഗരറ്റ് മുട്ടായി തക്കു കഴിച്ചു നോക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. മോളില്ലാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.